ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്നതാ ചിക്കൻ കറി കപ്പി വെക്കാനുള്ള പ്ലാനിലാണ്. നമ്മുടെ സവാള കുറച്ചൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് വേപ്പിൻ്റെ ഇല കഴുകി വെച്ച വേപ്പിൻ്റെ ഇല ഇട്ടാണ് കുറച്ച് നമുക്ക് അതിൽ ഇട്ട് കൊടുക്കാം. വേപ്പിൻ്റെ ഇലയുടെ മണം വരുമ്പോൾ ഒരു വേറെ ടേസ്റ്റൊക്കെയാണ് അല്ലേ? കറിക്ക് പ്രത്യേകിച്ച് വേപ്പിൻ്റെ ഇല ഉണ്ടെങ്കിൽ കറിക്ക് കഴിച്ചു. അങ്ങനെയാണ് നമ്മളിത് ഇഞ്ചി വെളുത്തുള്ളി അരക്കാനുള്ള ചോപ്പറാണ്. അപ്പോൾ അതിലിട്ടിട്ട് ഒന്നട് വെച്ച് കഴിഞ്ഞാൽ സെറ്റായി. ഇനി അതിലേക്കുള്ള തക്കാളി ഉണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഉണ്ട്, ഒരു 5-6 പച്ചമുളക്, കുറച്ച് വേപ്പിൻ്റെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് സെറ്റാക്കാണ്ട് നമുക്ക് സവാള വഴറ്റിയോട്ട് ഇരിക്കുകയാണ്. അപ്പോൾ അത് സവാള ഏകദേശം ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മളിങ്ങനെ അതിലേക്ക് ഇഞ്ചി ഇടാൻ പോവാണ് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി അഞ്ചാറെണ്ണം കീറിയിടുക കേട്ടോ. അത് വെറുതെ ഒന്നും ഇങ്ങനെ കീറിയിട്ടാൽ മതി. ഇങ്ങനെ ഒരു 5-6 നമ്മൾ തക്കാളിയുടെ ഒപ്പം തന്നെ കീറിയിടുക. അപ്പോൾ എണ്ണ ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ തെളിഞ്ഞു വന്നു കേട്ടോ. കണ്ട തക്കാളിയൊക്കെ ഏകദേശം ഓക്കെ എണ്ണ അങ്ങനെ തെളിഞ്ഞു വന്നു. അപ്പോൾ ഇനി നമുക്ക് മസാലപ്പൊടികൾ ഇടാം കേട്ടോ. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ഇടണേ. മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂണൊക്കെ മതി. ഇത് ഇവിടുന്ന് വാങ്ങിയ മഞ്ഞൾപ്പൊടിയാണ്. നാട്ടിൽ നിന്ന് ഞാൻ വരുമ്പോൾ അമ്മ പൊടിച്ച് തന്ന മഞ്ഞൾപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അതാണെന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ തന്നെ സൂപ്പറായി. ഇത് വെറും കളറ് മാത്രമേ ഉള്ളൂ, എന്നാലും അത്ര മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി നമ്മളിവിടെ കാശ്മീരിയായിട്ട് ഉപയോഗിക്കാറ്. അത് കാരണം അത് അത്യാവശ്യം കൂടുതൽ ഇടണം. നമ്മളൊരു 6 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചെറിയ ടീസ്പൂണാണ്, ചെറിയ സ്പൂണാണ്, വലുതൊന്നുമല്ല. അതിൻ്റെ ഒരു 6 എണ്ണം എടുത്തത് കണ്ട 6 സ്പൂണ്. ഇനി നമുക്ക് അടുത്തത് വേണ്ടത് മല്ലിപ്പൊടി ഇടേണ്ടത്. അപ്പം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ ഇതാക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇടാം. ചിക്കൻ മസാല ഒരു 2 സ്പൂൺ മതി, അല്ലാതെ വേണ്ട. 2 സ്പൂൺ ഇട്ടുണ്ട്. ചിക്കൻ മസാല 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഗരം മസാല നമ്മൾ ചേർക്കുന്നുണ്ട്. ഗരം മസാല നമുക്കൊരു എത്ര, 1 സ്പൂൺ കറക്റ്റ് ഇല്ല കേട്ടോ. 1 സ്പൂൺ ഇട്ടുണ്ട് ഗരം മസാല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക. ഇത് നമ്മൾ അടുത്ത് ചിക്കൻ അടുപ്പത്ത് വെച്ചു. പിന്നെ കപ്പയമ്മയ്ക്ക് വന്നു. ഇത് ഫ്രോസൺ കപ്പയാണ്. അത് കാരണം കുറച്ച് നേരം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നന്നായിട്ട് നമ്മൾ കഴുകി എടുക്കുകയാണ്. നമ്മൾ ആ കപ്പയിലേക്ക് കുറച്ച് തേങ്ങ ഇടണം. ഒന്ന് തേങ്ങ അപ്പോൾ നെക്സ്റ്റ് ഒന്ന് ഇങ്ങനെ ബോക്സ് ആയിട്ട് നമുക്ക് ഇതിനെ കിട്ടും. അവിടെ കുക്കർ വിസിലടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമുക്ക് 2 വിസിലായി. അപ്പോൾ അത് ഓഫാക്കാം. കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട്. അതുപോലെ 2 വെളുത്തുള്ളി കേട്ടോ. 2 വെളുത്തുള്ളിയുടെ അരി, 2 വെളുത്തുള്ളിയുടെ അരിഞ്ഞിടണം. പിന്നെ കുറച്ച് ജീരകം,
അപ്പോൾ അത് നമ്മുടെ കപ്പ തുറന്നു നോക്കാൻ പോവാണ്. അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അത് നമ്മുടെ കപ്പ കുറച്ച് വെള്ളം വേണം, എന്നാലും അത് ചൂടാറുമ്പോൾ അതൊന്ന് സെറ്റാവും കേട്ടോ. അപ്പോൾ അത് നമുക്കിതിലേക്ക് തേങ്ങ ഇടുകയാണ്. തേങ്ങയും വെളുത്തുള്ളി ജീരകം കൂടി നമ്മൾ ചതച്ച് വെച്ചതാണ്. അതിലേക്ക് തേങ്ങ അതങ്ങനെ നന്നായിട്ട് നമ്മളിതിങ്ങനെ ഉടയ്ക്കണം. ഞങ്ങളിതാ കഴിക്കാൻ പോവുകയാണ്. നേരം വൈകി നിലത്തിരുന്നാണ് കഴിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു സുഖം. അതാ നല്ല കപ്പ കണ്ട സെറ്റപ്പായിട്ടാ. ആ കപ്പ അങ്ങനെ സെറ്റപ്പായ കപ്പയായിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് കുറിക്കുന്ന സൂപ്പർ കപ്പ. നല്ല ചൂടാണ്. ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ, ഉണ്ടാക്കിയപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല ഗൈസ്, കാരണം അത്ര ടൈം ലേറ്റായി. ചിക്കൻ കറിയാണല്ലോ. ഇവിടെ കാലുണ്ട്. ഇവിടെ ഇത് നമ്മളിതിങ്ങനെ കൂട്ടിയിട്ട് പടപടയ്ക്കാൻ പോവാണ്. നല്ല ചൂടുണ്ട്. ചിക്കൻ കറിയിൽ കപ്പലിന് ഇട്ടിട്ട് കഴിക്കുന്നുണ്ട്. അടിപൊളിയാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കഷ്ണം നല്ല ചൂടുണ്ട്. സൂപ്പറായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയല്ലോ. നല്ല കപ്പയും ചിക്കൻ കറി. നല്ല കട്ടൻ ചായ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഞങ്ങൾ കട്ടൻ ചായ എല്ലാം വെറുതെയാണ് കൂടെ കുടിക്കുന്നത്. കട്ടൻ ചായയും ഇതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. പക്ഷേ ഞങ്ങളിപ്പോൾ ഒന്ന് മുരണ്ടിയാണ് ഈ ടൈമായ കാരണമാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയാണ്.